നമസ്കാരം അമ്മേ. നമസ്കാരം. ആരാ? ഞാൻ ഈ ജില്ലയിലേക്ക് പുതുതായിട്ട് വന്ന ഡെപ്യൂട്ടി കളക്ടറാ. ഓ, ഇരിക്കൂ. എന്താ കാര്യം? കുഞ്ഞുപ്രായത്തിൽ എല്ലാവരും അമ്പിളിമാമന്റെ കഥ കേട്ടാ വളരാറ്. പക്ഷെ ഞാൻ മാത്രം നിങ്ങളുടെ കഥ കേട്ടാമ്മേ വളർന്നത്. നിങ്ങൾക്കായാലും നിങ്ങളുടെ വാക്കിനായാലും ഭയങ്കര ബഹുമാനാണമ്മേ. നിങ്ങളെ ഒരു മാതൃകയാക്കിക്കൊണ്ട് നമ്മുടെ നാടിന് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ വേണ്ടിയാ ഞാൻ കളക്ടറായതമ്മേ. വളരെ സന്തോഷം. നല്ലത് ചെയ്യാനുള്ള മനസ്സ് ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അമ്മേ, നാട്ടിലെ ശുദ്ധജല തടാകത്തിന് വേണ്ടി നിങ്ങൾ പെറ്റീഷൻ കൊടുത്തിരുന്നു. പക്ഷേ ആ തടാകം ശുദ്ധീകരിക്കാൻ എക്സ്ട്രാ ഫണ്ട്സ് തരണമെങ്കിൽ ഗവൺമെന്റ് ഷ്യൂരിറ്റി ആവശ്യപ്പെടുന്നുണ്ടമ്മേ. അതിനെന്താ കുഴപ്പം? ദാസേട്ടാ, നമ്മുടെ സ്വത്തും കാര്യങ്ങളും. അത് നിങ്ങളുടെ പെർമിഷൻ ചോദിക്കാതെ തന്നെ ഞാൻ ഷ്യൂരിറ്റി കൊടുത്തു. അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാ ഞാൻ വന്നത്. എനിക്ക് വളരെ സന്തോഷമായി മോനെ. ഈശ്വരൻ കൂടെ ഉണ്ടാകും. ഹായ് മേ. വാ, ഇതെന്റെ മകളാ മഹാലക്ഷ്മി. ഹായ്. ഹായ്. ശരി അമ്മേ, ഞാൻ വരട്ടെ. എന്നാ അങ്ങനെ ആവട്ടെ, പോയി വരൂ. അയല വറുത്തതുണ്ട്, കരിമീൻ പൊരിച്ചതുണ്ട്. മീൻകറി ഉണ്ടാക്കുക? എത്ര നേരം എടുക്കും? കുറച്ച് സമയം കൂടി മതി മോളെ. നീ എന്താ മോളെ ചെയ്യുന്നേ? ഫോട്ടോ എടുത്ത് യൂട്യൂബിലിട്ട് പുഷ്പയുടെ മീൻകറി എന്നും പറഞ്ഞ് എന്നെ ഫേമസ് ആക്കാൻ പോവാണോ? അതല്ലടി, ബാലരാജന് മീൻകറി ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ടാ ഫോട്ടോ എടുത്ത് അയക്കുന്നത്. എന്താ മോളെ, മീൻകറിയുടെ വാസന കേട്ടപ്പോ നേരെ കിച്ചണിലേക്ക് വന്നോ? അതമ്മേ. കൈ കാണിച്ച മോളെ. മോളെ മഹ, ഇപ്പൊ ഒരു പയ്യൻ വന്നിരുന്നില്ല, അവൻ എങ്ങനെയുണ്ട്? കൊള്ളാമേ. ആ പയ്യനെ മോക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമായമ്മേ. അപ്പോ ആ പയ്യനുമായുള്ള നിന്റെ കല്യാണം ഞാൻ പറഞ്ഞു ഉറപ്പിക്കട്ടെ? മീൻകറി കുറച്ച് മാറ്റി വെച്ചോളേ. കാണണ്ട. ഉറപ്പിക്കട്ടെ എന്ന്. അമ്മയുടെ ഇഷ്ടമല്ല അമ്മ, എന്റെ ഇഷ്ടം. എന്റെ പൊന്നു മോളെ, അമ്മയ്ക്ക് സന്തോഷമായി. ഒന്ന് വേഗാകട്ടെ. നാച്ചിയാരമ്മയ്ക്ക് കല്യാണം, ഈ പെൺകുട്ടിക്കാണെങ്കിൽ മീൻകറി. കല്യാണം മീൻകറി ആവുന്ന പരുവാ. അമ്മേ, ഞാൻ സ്കൂൾ ഫസ്റ്റ് വന്നു അമ്മേ. അയ്യോ അയ്യോ അയ്യോ, നീ എന്റെ ചക്കര മോനടാ. എനിക്കറിയാം നീ അമ്മനെ പോലെ എല്ലാത്തിലും ഫസ്റ്റ് ആവുന്നു. ഇവിടെ ചിലരൊക്കെ ഉണ്ട് തിന്നാൻ വേണ്ടി മാത്രം ജനിച്ചവർ. നീ അതൊന്നും ശ്രദ്ധിക്കണ്ട. അവൻ പഠിച്ചില്ലെങ്കിൽ എന്താ, എന്റെ മോൻ നന്നായി പഠിക്കണം. അല്ലമ്മേ, ചേട്ടൻ എപ്പോഴെങ്കിലും ഫസ്റ്റ് വന്നിട്ടുണ്ടോ? വന്നിരുന്നു. എന്റെ വയറ്റിനുള്ളിൽ ഫസ്റ്റ് വന്നു അവൻ. എടാ മതി തള്ളിയത്. ഇപ്പൊ നീ ഫസ്റ്റ് റാങ്ക് എടുത്തോ സെക്കൻഡ് റാങ്ക് എടുത്തോ ആരെങ്കിലും ചോദിച്ചോ ഇവിടെ? എന്താടാ, എന്തിനാ അവനോട് വഴക്കിന് പോകുന്നേ? നാട്ടുകാർക്ക് മുഴുവൻ വലിയ സഹായാണല്ലോ. വീട്ടിൽ നിന്നെ കൊണ്ട് ഒരു പ്രയോജനവും. പോടാ അവിടുന്ന്. കണ്ടില്ലേ ഫ്രണ്ട്സ്, ഞാൻ ഫസ്റ്റ് റാങ്ക് എടുത്തോണ്ട് വീട്ടിൽ നല്ല പേര് കിട്ടി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിന്റെ ഈ ഒറ്റൊരു ഫോണുണ്ട് ഇത്രയും പ്രശ്നങ്ങള്. നീ എങ്ങനെ റീൽസ് ചെയ്ത് എനിക്ക് കാണണം. പോടാ. അതിനാ ഫ്രണ്ട്സ് പറയുന്നത്, ഫോൺ കണ്ട സ്ഥലത്ത് വെക്കാൻ പാടില്ല. അതുകൊണ്ടാ ശരിയായ സ്ഥലത്ത് വെക്കണം. അത് ശരി, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. എടാ അപ്പൊ ഈ ഫോൺ ആരുടെയാ? അച്ഛന്റെ. അച്ഛൻ്റെതോ? എടാ ഞാൻ മീൻകറിയാണല്ലേ. എന്തിനാ മോളെ എപ്പോഴും അയാള് വീട്ടിൽ വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നേ? എന്താ അവന്റെ വീട്ടിൽ ഭക്ഷണം വെക്കുന്നേ? അതെ, ഞാൻ വന്നത് ഫുഡിന് വേണ്ടിയല്ല കേട്ടോ. അല്ല, മീൻകറിന്റെ ഫോട്ടോ അയച്ചോണ്ടാ വന്നെന്ന് തെറ്റിദ്ധരിക്കണ്ടല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. അയ്യോ, വാവ് പുഷ്പ, വാവ്, അടിപൊളിയായിട്ടുണ്ട്. സത്യം പറ, നിന്റെ പെണ്ണാണ വന്നപ്പോ നിന്റെ മോന്ത കാണിക്കാതെ ഫിഷ് കറി ഉണ്ടാക്കിയാലേ മയക്കത്. നിനക്കിപ്പൊ കല്യാണം കഴിഞ്ഞില്ലായിരുന്നെങ്കിലേ അങ്ങനെയാണെങ്കിൽ നിന്റെ കെട്ടിയോ സന്തോഷായിട്ട് ജീവിച്ചേനെ. എന്തു പറ്റിയിടാ? എന്താന്ന് എന്തേലും ഒന്ന് ചെയ്യ. നീ ഒന്നും മിണ്ടാതിരിക്കും മോളെ. മുള്ളു തടഞ്ഞെന്നല്ലേ പറഞ്ഞേ? ആ മുള്ളിനെ ഞാൻ ഇപ്പൊ എടുത്ത് കാണിച്ചു തരാം. വായ തുറക്കേ. വേണ്ട, അവനെ കൊല്ലം നിൽക്കുക. ചോര എന്തെങ്കിലും എടുത്തോണ്ട് വാ.
മുഴുവൻ എവിടുന്ന് വന്നതാണാവോ? ഈ സമയത്ത് എങ്ങോട്ടാ? അത് പിന്നെ എന്തിനാ ചോറ് കഴിച്ചോണ്ടിരിക്കുന്നേ? അത് ചേച്ചി ഭക്ഷണം മുള്ള് അല്ല, നിങ്ങൾക്ക് തന്നെ കണ്ണേറ് പറ്റാതിരിക്കാൻ. നാട്ടുകാരുടെ കണ്ണ്, ബന്ധുക്കളുടെ കണ്ണ്, നായുടെ കണ്ണ്, മേലെ ഇരിക്കുന്നവന്റെ കണ്ണ്. മേലെ ഇരിക്കുന്നവനോ? അതാരാ? മേലെ ദൈവത്തിന്റെ കണ്ണും പറ്റാതിരിക്കട്ടെ. എന്റെ ദൈവമേ, ഇവളുടെ തലയ്ക്ക് വട്ട് പിടിച്ചിട്ടുണ്ടാവോ? ഇതാ മോളെ. ഇനി മേലെ ഇവളുള്ളപ്പോ കഴിക്കാൻ വിളിക്കരുത്. കണ്ണുള്ളൂ. കണ്ണേറിനുള്ള ഭക്ഷണം അതിനാ നൽകിയത്. മുണ്ടക്കണ്ണിയുടെ നോട്ടം കണ്ടില്ലേ? ശരിയെന്നാ ഞാൻ പോയിട്ട് വരാം. നിനക്ക് എട്ടിന്റെ പടി തരുവടി. ശ്രദ്ധിച്ചു പോണേ ബാലരാജ്. അമ്മയോട് എല്ലാം വേഗം തീർത്തു വെക്കാൻ പറയ്. പിന്നല്ലാതെ അവൻ ആരാ, നിങ്ങൾ ആരാ? അവന്റെ തൊണ്ടയിൽ മുള്ളു കയറിയതിനെ മോൾക്ക് എന്തിനാ ഇങ്ങനെ പരിഭ്രമം? പറയേ. നിങ്ങൾ രണ്ടുപേർക്കിടയിൽ എന്താ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായ നല്ലത്. ആ ബാലരാജനോട് മോൾക്കുള്ളത് സ്നേഹമോ പ്രണയമോ? എന്തായാലും എനിക്കെന്താ, ഏക് ലഡ്കാ ഏക് ലഡ്കി കഭി ദോസ്ത് നഹീ ബന്താ. അവനെന്താ നോക്കാത്ത? ആരെ കണ്ടില്ലെന്ന്? ഒന്നുമില്ല. എന്റെ കണ്ണിലൂടെ നോക്കടി. ബാലരാജ് ശരിക്കും ചന്ദ്രനെ പോലെയാ. ചന്ദ്രനിലുള്ള കറുപ്പ് പോലെയാ ബാലരാജിന്റെ താടി. എന്താന്നറിയില്ല, അവനിൽ എന്തോ ഉണ്ട്. മനസ്സെപ്പോഴും അവനെ ആഗ്രഹിക്കുന്നെ. ഫസ്റ്റ് ടൈം അവന്റെ കണ്ണിലേക്ക് എനിക്ക് നോക്കാൻ പറ്റാണ്ടായി. ഇതാ എനിക്ക് നിന്നോടൊരു കാര്യം പറയണം. ഉടനെ തന്നെ പറയണം. എന്താണ്? ഗുഡ് മോർണിംഗ്. എന്താ കാര്യം പറ. അത് ഗാന്ധിയുടെ ചിരി കാണണമെന്ന് ആഗ്രഹം. മഹാ ക്യാൻറ്റീനിലേക്ക് വന്നേക്ക്. കോളേജ് ക്യാൻറ്റീൻ അല്ല കേട്ടോ, മറ്റേ ക്യാൻറ്റീൻ. ബൈ. നീ എന്താ പേപ്പർ കീറുന്ന? അതോ, ബാലരാജനോട് പ്രപ്പോസ് ചെയ്യാൻ ലെറ്റർ എഴുതിയിരിക്കുക. ഞാൻ നിന്നെ വായിച്ചു കേൾപ്പിക്കട്ടെ. ബാലരാജ്, നീയാണ് എപ്പോഴും എന്റെ രാജ. വെയിലിൽ നിനക്ക് കുടയായി മാറിടാം. നീ അടിച്ചിരിക്കുന്ന സെന്റായി മാറിടാം. നീ ഇട്ടേക്കുന്ന ഷർട്ടായി മാറിടാം. നീ ശ്വസിക്കുന്ന കാറ്റായി മാറിടാം. നീ നടക്കുമ്പോൾ നിന്റെ നിഴലായി മാറാം. നീ പറ്റില്ലെന്ന് പറഞ്ഞാ ഞാൻ ചത്തുകളയും. എങ്ങനെയുണ്ടടി? ഇതിൽ മരിക്കുന്നതിനെ കുറിച്ചല്ലേ ഉള്ളൂ, ജീവിക്കുന്നതിനെ കുറിച്ച് എവിടെ ഉണ്ട്? എനിക്ക് വേറെ ഒന്നും തോന്നുന്നില്ല. ശരി, എനിക്ക് വേണ്ടി നീയൊരു ലെറ്റർ എഴുതാമോ?
ആ ശരി താങ്ക്സ് ഡി